ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ക്വിസ് ആണ്. ഇന്ത്യയിലെ സെൻട്രൽ ബാങ്ക് ഏതാണ്? ഉത്തരം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഇന്ത്യയിലെ സെൻട്രൽ ബാങ്ക്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ കറൻസി നോട്ട് പുറത്തിറക്കിയിട്ട് 2024 ഓഗസ്റ്റ് 12 ആയപ്പോൾ എത്ര വർഷം തികഞ്ഞു? ഉത്തരം 75 വർഷം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപീകരിച്ചത് എന്നാണ്? ഉത്തരം 1935 ഏപ്രിൽ 1 RBI രൂപീകരിച്ചത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിലവിലെ ഗവർണർ ആരാണ്? ഉത്തരം ശക്തികാന്ത ദാസ് ആണ് RBIയുടെ നിലവിലെ ഗവർണർ. 2024 ലോകത്തിലെ ഏറ്റവും മികച്ച കേന്ദ്ര ബാങ്ക് മേധാവിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഉത്തരം ശക്തികാന്ത ദാസ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 25ാമത്തെ ഗവർണർ ആരാണ്? ഉത്തരം ശക്തികാന്ത ദാസ് ആണ് RBIയുടെ 25ാമത്തെ ഗവർണർ. മൻ കി ബാത്തിന്റെ 100ാം എപ്പിസോഡ് അനുബന്ധിച്ച് കേന്ദ്ര സർക്കാർ എത്ര രൂപയുടെ നാണയമാണ് പുറത്തിറക്കുന്നത്? ഉത്തരം 100 രൂപയുടെ നാണയമാണ് മൻ കി ബാത്തിന്റെ 100ാം എപ്പിസോഡ് അനുബന്ധിച്ച് കേന്ദ്ര സർക്കാർ പുറത്തിറക്കുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാൽക്കരിച്ചത് എന്നാണ്? ഉത്തരം 1949 ജനുവരി 1 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാൽക്കരിച്ചത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചിഹ്നം എന്താണ്? ഉത്തരം കടുവയും ഈന്തപ്പനയുമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചിഹ്നം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ആരായിരുന്നു? ഉത്തരം സർ ഓസ്ബോൺ സ്മിത്ത് ആയിരുന്നു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ. തുടക്കത്തിൽ RBIയുടെ ചിഹ്നത്തിലെ മൃഗം ഏതായിരുന്നു? ഉത്തരം സിംഹമായിരുന്നു തുടക്കത്തിൽ RBIയുടെ ചിഹ്നത്തിലെ മൃഗം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യ ആസ്ഥാനം എവിടെയായിരുന്നു? ഉത്തരം കൊൽക്കത്തയായിരുന്നു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ആസ്ഥാനം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ സൂചിപ്പിക്കാൻ സാധാരണയായി ഉപയോഗിക്കുന്ന പേരെന്താണ്? ഉത്തരം മിന്റ് സ്ട്രീറ്റ് എന്നാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ സൂചിപ്പിക്കാൻ സാധാരണയായി ഉപയോഗിക്കുന്ന പേര്. നിലവിലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം മുംബൈയിലാണ് നിലവിലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം കൊൽക്കത്തയിൽ നിന്ന് മുംബൈയിലേക്ക് മാറ്റിയത് എന്നാണ്? ഉത്തരം 1937 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം കൊൽക്കത്തയിൽ നിന്ന് മുംബൈയിലേക്ക് മാറ്റിയത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറായ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? ഉത്തരം CD ദേശ്മുഖ് ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറായ ആദ്യ ഇന്ത്യക്കാരൻ. ഇന്ത്യൻ കറൻസി നോട്ടുകൾ അച്ചടിക്കുന്നതിന് RBIയുടെ ഏത് ഡിവിഷനാണ് ഉത്തരവാദിത്വം? ഉത്തരം ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്രൺ എന്ന RBIയുടെ ഡിവിഷനാണ് ഇന്ത്യൻ കറൻസി നോട്ടുകൾ അച്ചടിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം. CD ദേശ്മുഖിന്റെ പൂർണ്ണനാമം എന്താണ്? ഉത്തരം ചിന്താമൻ ദ്വാരകനാഥ് ദേശ്മുഖ് എന്നാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണമായ പേര്. BRBNMന്റെ പൂർണ്ണരൂപം എന്താണ്? ഉത്തരം ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്രൺ എന്നാണ് BRBNMന്റെ പൂർണ്ണരൂപം. ഇന്ത്യയിലെ ഏത് മന്ത്രാലയത്തിന്റെ കീഴിലാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രവർത്തിക്കുന്നത്? ഉത്തരം ധനകാര്യ മന്ത്രാലയത്തിന്റെ കീഴിലാണ് RBI പ്രവർത്തിക്കുന്നത്. എന്താണ് റിപ്പോ നിരക്ക്? ഉത്തരം വാണിജ്യ ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വായ്പ നൽകുന്ന നിരക്കിനെയാണ് റിപ്പോ നിരക്കെന്ന് വിളിക്കുന്നത്. ATMന്റെ പൂർണ്ണരൂപം എന്താണ്? ഉത്തരം ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ എന്നാണ് ATMന്റെ പൂർണ്ണരൂപം. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് ഏത് ഇന്ത്യൻ ബാങ്കാണ്? ഉത്തരം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ബാങ്കുകളുടെ ബാങ്ക് എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യ ഗവൺമെന്റ് പഴയ 1000, 500 സീരീസിലെ നോട്ടുകൾ നിരോധിച്ചത് എന്നാണ്? ഉത്തരം 2016 നവംബർ 8.
നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ വ്യാപാരം ആരംഭിച്ചത് എന്നാണ്? ഉത്തരം 1994 നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ വ്യാപാരം ആരംഭിച്ചത്. നരസിംഹ കമ്മിറ്റി ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ബാങ്കിംഗ് മേഖലയുമായി ബന്ധപ്പെട്ടതാണ് നരസിംഹ കമ്മിറ്റി. എവിടെയൊക്കെയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 2 കറൻസി പ്രിന്റിംഗ് പ്രസ്സുകൾ സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം കർണാടകയിലെ മൈസൂരിലും പശ്ചിമ ബംഗാളിലെ സൽബോണിലുമാണ് RBIയുടെ 2 പ്രിന്റിംഗ് പ്രസ്സുകൾ സ്ഥിതി ചെയ്യുന്നത്. 1969 ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ എത്ര ബാങ്കുകളെയാണ് ദേശസാൽക്കരിച്ചത്? ഉത്തരം 1969 ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ 14 ബാങ്കുകളെയാണ് ദേശസാൽക്കരിച്ചത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ ബാങ്കിംഗ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം പൂനെയിലാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ ബാങ്കിംഗ് സ്ഥിതി ചെയ്യുന്നത്. ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്രൺ നിലവിൽ വന്നത് എന്നാണ്? ഉത്തരം 1995 ഫെബ്രുവരി 3 ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്രൺ നിലവിൽ വന്നത്. ഇന്ത്യയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് എത്ര ശാഖകളുണ്ട്? ഉത്തരം ഇന്ത്യയിൽ RBIക്ക് 31 ശാഖകളുണ്ട്. NEFTയുടെ പൂർണ്ണരൂപം എന്താണ്? ഉത്തരം നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ എന്നാണ് NEFTയുടെ പൂർണ്ണരൂപം. റിസർവ് ബാങ്ക് സ്റ്റാഫ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ചെന്നൈയിലാണ് റിസർവ് ബാങ്ക് സ്റ്റാഫ് കോളേജ് സ്ഥിതി ചെയ്യുന്നത്. എന്നാണ് മോണിറ്ററി പോളിസി കമ്മിറ്റി സ്ഥാപിക്കപ്പെട്ടത്? ഉത്തരം 2016 മോണിറ്ററി പോളിസി കമ്മിറ്റി സ്ഥാപിക്കപ്പെട്ടത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അക്കാദമി എവിടെയാണ്? ഉത്തരം മുംബൈയിലാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അക്കാദമി സ്ഥിതി ചെയ്യുന്നത്. പുതിയ 500-2000 നോട്ടുകൾ എന്നാണ് പുറത്തിറക്കിയത്? ഉത്തരം 2016 നവംബർ 8 പുതിയ 500-2000 നോട്ടുകൾ RBI പുറത്തിറക്കിയത്. എന്നാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 2000 രൂപയുടെ നോട്ടുകൾ പിൻവലിച്ചതായി പ്രഖ്യാപിച്ചത്? ഉത്തരം 2023 മെയ് 19 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 2000 രൂപയുടെ നോട്ടുകൾ പിൻവലിച്ചതായി പ്രഖ്യാപിച്ചത്. ഇന്നത്തെ ബോണസ് ക്വസ്റ്റ്യൻ നോക്കാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ രൂപീകരണത്തിന് കാരണമായ കമ്മീഷൻ ഏതാണ്? ഉത്തരങ്ങൾ അറിയാവുന്നവർ വേഗം തന്നെ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.